നമസ്തേ. പുരോഗമനവാദികളെന്ന സ്വയം പ്രഖ്യാപിത ലേബലിൽ ഹിന്ദു ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പരസ്യമായി എതിര് നിൽക്കുന്ന ഹിന്ദു വികാരങ്ങൾ പരസ്യമായി തന്നെ വ്രണപ്പെടുത്തുന്ന കേരള കള്ളക്കമ്മികൾ രാത്രിയായാൽ തലയിൽ മുണ്ടിട്ട് ദൈവത്തെ കാണാനും താൻ മാത്രം രക്ഷപ്പെടാൻ പൂജ ചെയ്യാനും ഇറങ്ങാറുണ്ടെന്ന് നാം പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അത് ഊട്ടിയുറപ്പിക്കുകയാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ. 10ാം ഉദയത്തിന് AKG സെന്ററിന്റെ പാലുകാച്ചൽ നിശ്ചയിക്കാനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ദിവസം നോക്കാനും CPM സംസ്ഥാന സെക്രട്ടറി ജോത്സ്യനെ കണ്ടെന്നാണ് ശക്തിധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസത്തിനിടെ 3 തവണ NV ഗോവിന്ദൻ, പ്രശസ്ത ജോത്സ്യൻ മാധവ പൊതുവാളെ കാണാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെത്തിയെന്നും ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ശക്തിധരൻ പറയുന്നു. അണികൾക്ക് വിലക്കും നേതാക്കൾക്ക് സ്വീകാര്യവുമായ ഈ ഇരട്ടത്താപ്പിൽ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതായത് CPMന്റെ AKG സെന്ററിൻ്റെ പുതിയ എക്സ്റ്റൻഷൻ്റെ ഉദ്ഘാടനവും നിലമ്പൂരിൽ CPMന്റെ സ്ഥാനാർത്ഥിയുടെ ഈ പട്ടിക സമർപ്പണത്തിൻ്റെ സമയവും ഒരു ജോത്സ്യനെ നോക്കി ജോത്സ്യൻ്റെ അഭിപ്രായമനുസരിച്ച് കുറിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ പറയുന്ന ഈ ഒരു എന്ത് സംഭവമാണ് ഇതിനകത്തുള്ളത്? ഇവരുടെ താത്വികാചാര്യനായ ശ്രീ EMS നമ്പൂതിരിപ്പാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു ക്ഷേത്രം പൊളിച്ചു കളഞ്ഞാൽ അത്രയും അനാചാരം ഇവിടുന്ന് ഒഴിയുമെന്ന്. ഇപ്പോഴത്തെ മഹാനായ നമ്മുടെ ഈശ്വരനായ ശ്രീ പിണറായി വിജയൻ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് പറഞ്ഞു, ആ വെളിച്ചം കാണുന്നിടത്താണോ നിങ്ങളുടെ ഭഗവാൻ ഇരിക്കുന്നതെന്ന്. ശബരിമലയിലെത്തി ആദ്യത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ഈ തീർത്ഥം വാങ്ങിച്ച് സാനിറ്റൈസർ പോലെ കൈ കഴുകി. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അവിടെ നിന്ന് പുണ്യപരിപാവനമായ മകരവിളക്ക് സമയത്ത് കൈയും കെട്ടി നിന്ന് ഫുട്ബോൾ കാണുന്ന പോലെ നിന്നു. ഇങ്ങനെയുള്ള ആൾക്കാരാണ് പരസ്യമായി ഹൈന്ദവതയെയും അതിൻ്റെ ബിന്ദുക്കളെയും കളിയാക്കുകയും ഈശ്വരതയെ കളിയാക്കുകയും ചെയ്യുന്നവർ രഹസ്യമായിട്ട് പോയിട്ട് തലയെ മുണ്ടിട്ട് പോയിട്ട് സമയം നോക്കി, ജാതകം നോക്കി, ഗ്രഹനില നോക്കി, അല്ലെങ്കിൽ സമയം കുറിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പരിഹാസ്യമെന്നല്ലാതെ എന്താ പറയുക? അപ്പോൾ ഇത് യഥാർത്ഥ പറഞ്ഞ ഇരട്ടത്താപ്പല്ലേ? അതായത് ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്താൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ. ഗുരുവായൂർ ദർശനം നടത്തിയെന്ന പേരിൽ പണ്ടൊരു മന്ത്രിക്കെതിരെ നടപടിയെടുത്തു. കോഴിക്കോടൊരു സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയെന്ന പേരിൽ അതിൻ്റെ പേരിൽ ഹാരിളകി. അതുപോലെ പല പല കാര്യങ്ങളിലും ഈ ഹൈന്ദവതയ്ക്കെതിരെയും അതിൻ്റെ ബിംബങ്ങൾക്കെതിരെയും വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇവർ ഇപ്പോൾ ഈ തലയെ മുണ്ടിട്ട് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ അപഹാസ്യം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കഷ്ടം തന്നെയാണ്. അതായത് മറ്റ് മതങ്ങൾ എന്ത് ചെയ്താലും അവരെല്ലാം പ്രകീർത്തിക്കുകയും ഹിന്ദുക്കളെ എല്ലാ രീതിയിലും മോശപ്പെടുത്തുകയും, അതായത് ഹിന്ദു ബിംബങ്ങളെയും ക്ഷേത്രങ്ങളെയും ഈശ്വരതയെയും താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്, ഈശ്വരൻ്റെ അടിയാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഇനിയെങ്കിലും ഈ CPMലും അല്ലെങ്കിൽ അതുപോലുള്ള ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ നശിച്ച ഈ ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയുക, ഈശ്വരതയിൽ തിരിച്ചറിയുക, യഥാർത്ഥ ഹിന്ദുക്കളായി, സ്വാഭിമാന ഹിന്ദുക്കളായി മാറുക, ഈ ഹിന്ദുക്കളായി നിൽക്കുക, ഈ ജന്തുക്കളിൽ നിന്നും ഹിന്ദുക്കളായി മാറാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.